हमारी लिस्ट नहीं है, ये हमारा है. ഇതിനർത്ഥം എന്താണ്? നമ്മുടെ ജനാധിപത്യം കൊള്ളയടിക്കപ്പെട്ടെന്നല്ലേ? 2024 ലോക്സഭാ ഇലക്ഷനും ഇതുപോലെ വോട്ട് കൊള്ള നടന്നിട്ടുണ്ടാകാം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും പൊതു തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിൽ നടന്നപ്പോൾ ഈ വോട്ടേഴ്സിന്റെ എണ്ണം പൊതു തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലത്തെ ഒരു സംസ്ഥാനം എടുക്കാമെങ്കിൽ 1 കോടിയിലധികം വോട്ടേഴ്സാണ് ലോക്സഭാ ഇലക്ഷന് മുൻപ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. കേവലം 4-5 മാസത്തെ ഗ്യാപ്പ് കൊണ്ട് ഇത്രയും വലിയ വോട്ടേഴ്സിന്റെ എണ്ണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? CCTV ദൃശ്യങ്ങളും വോട്ടേഴ്സ് ലിസ്റ്റും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ്. പക്ഷെ CCTV ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 45 ദിവസം കഴിയുമ്പോൾ കളയാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ഓഫീസേഴ്സിന് നൽകിയ നിർദ്ദേശം. എന്തിനാണ് 40-45 ദിവസത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ കളയുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധ്യമായിട്ടില്ല. ചില വികാരപരമായ ഉത്തരങ്ങളാണ് അവർ ഇതിന് നൽകുന്നത്. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം ഇത് നമുക്ക് ലഭ്യമാകേണ്ടതല്ലേ? ഈ CCTV ദൃശ്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഒരു സംഭവമുണ്ട്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ വൈകുന്നേരം 5:30 ശേഷം കനത്ത പോളിംഗ് നടന്നെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസിന്റെ പല വോളണ്ടിയർമാരും ബൂത്ത് സ്റ്റേഷനിൽ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 5:30 കഴിഞ്ഞ് അസാധാരണമായ രീതിയിൽ വോട്ട് നടന്നിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇക്കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ നോക്കി പരിശോധിക്കാമായിരുന്നു. പക്ഷേ അത് 45 ദിവസം കഴിയുമ്പോൾ CCTV ദൃശ്യങ്ങൾ കളയുന്നതിനാൽ നമുക്കത് ലഭ്യമാകുകയില്ല. ഞാനിവിടെ ഇലക്ഷൻ കമ്മീഷനെയോ BJPയോ കുറ്റം പറയാൻ വന്നതല്ല. പക്ഷെ ഇതാരാണ് ചെയ്തതെങ്കിലും അവർ നമ്മുടെ ജനാധിപത്യത്തെ ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യണം.